ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയ ഒരു ബീട്രൂട്ട് പച്ചടി എങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നോക്കാം. അപ്പോൾ അതിന് മുന്നായിട്ട് മറക്കാതെ ലൈക്ക് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബും കൂടിയും ചെയ്തിടുക. അപ്പോൾ ഒരു വലിയൊരു ബീട്രൂട്ട് എടുത്തിട്ടുണ്ട്, അതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ട് ഒരു പാത്രത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് വെള്ളം കൂടിയും ചേർത്തിട്ട് നമുക്കിത് ഒരു 5-6 മിനിറ്റ് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. ആ സമയം കൊണ്ട് നമുക്കൊരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് ഒരു 1/4 കപ്പ് നാളികേരം ചെറുക്കിയത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചിയും 2 പച്ചമുളകും പിന്നെ ഒരു 1/4 ടീസ്പൂണോളം ഉപ്പും ആവശ്യത്തിന് വെള്ളവും കൂടി വെച്ചിട്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ നമുക്കിതൊന്ന് അടിച്ചെടുത്തിട്ട് വരണം. അപ്പോൾ തന്നെ നമ്മളെ ബീട്രൂട്ട് വെന്തിട്ടുണ്ടാവും, വെള്ളമൊക്കെ വറ്റി നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് തേങ്ങയുടെ അരപ്പൊന്ന് ചേർത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് തീയൊന്ന് ഓഫ് ചെയ്തും കൂടിയും കൊടുക്കാം. അതിന് ശേഷം ഒരു കപ്പ് അല്ലെങ്കിൽ ഒരു 1.25 കപ്പ് തൈരും കൂടി നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കുക. തീ ഓഫ് ചെയ്തതിന് ശേഷം എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോഴത്തേനും നമുക്ക് കാച്ചാനായിട്ട് വേറൊരു പാൻ എടുത്തിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. കടുക് പൊട്ടിക്കുക, വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഒന്ന് താളിച്ചെടുക്കണം. എന്നിട്ട് അത് നമുക്ക് ബീട്രൂട്ടിൻ്റെ മിക്സിക്ക് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റിയായ ബീട്രൂട്ട് പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കട്ടോ.